ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. നല്ല ഡാർക്ക് കോഫി കളറിൽ ഒരു ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചൊരു വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഗോൾഡൻ കട്ട് ബീഡ്സ് മാത്രമല്ല, ഗോൾഡൻ ബീഡ്സും ഉണ്ട്. എന്നാൽ പിന്നെ ഇത് രണ്ടും മാത്രം വെച്ചിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്താലോ? എൻ്റെ ഫ്രണ്ട് ആദ്യമായിട്ട് തന്നൊരു ഓർഡറാണ് കേട്ടോ. ഈ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവൾ ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ത്രെഡ് വർക്കുള്ള ഒരു മോഡലായിരുന്നു കേട്ടോ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടിക്ക് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ ബീഡ്സ് വർക്കൊക്കെ ആണെങ്കിൽ കുട്ടീൻ്റെ ദേഹത്ത് കുത്തുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് അവൾ ആദ്യം ത്രെഡ് വർക്കായിരുന്നു ചെയ്യാതിരുന്നത്. ക്ലോത്തൊക്കെ എടുത്ത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് അവൾ വർക്ക് മാറ്റി പിടിച്ചത്. ആളുടെ ഫീഡിങ് ഇപ്പോൾ കഴിയാൻ 2-3 മാസം കൂടി ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് വെച്ചിട്ട് ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവൾ തീരുമാനം മാറ്റിയത് വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടിയേനെ. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ബീഡ്സ് ഒരു റൗണ്ട് നെക്കായിട്ടും പിന്നെ അതുപോലെ താഴത്ത് ബീഡ്സും കൂടെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ വർക്കാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ആൾക്ക് അർജൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ച് അർജൻറ്റ് വർക്ക് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ക്ലോത്ത് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വർക്ക് തീരാത്തതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് പെട്ടെന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ആദ്യം കൊടുത്തു. 2 രീതിയിൽ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ചിലർക്ക് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതൊക്കെ എനിക്ക് 2 രീതിയിലും കംഫർട്ടബിളാണ്. ഒരു നല്ലൊരു ഡാർക്ക് കോഫി കളറിൽ ഈ ഒരു ഗോൾഡൻ കളർ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ അതിങ്ങനെ വെച്ച് നോക്കിയപ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നുള്ള ലെവലിലായിരുന്നു. പക്ഷേ ഇത് ചെയ്തപ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവൾക്കും തന്നെ കളറ് അവൾ ചൂസ് ചെയ്തപ്പോൾ ഡാർക്ക് കളറിൽ ഏതായാലും അവൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോയിൽ നമ്മൾ എത്ര എടുത്താലും ആ ഒരു നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു കളറോ ആ ഒരു ഭംഗിയോ ഒന്നും ഫോട്ടോയിൽ കാണില്ലല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കോഫി കളറായിരുന്നു. അവൾ ഫോട്ടോയിൽ കണ്ടപ്പോഴും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാധനം അവിടെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾക്ക് കളറാണ് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാക്സിമം കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. മാക്സിമം എന്നല്ല, ഫുള്ളും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. കളേഴ്സ് ആണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലും വർക്കിൻ്റെ കളേഴ്സ് എല്ലാം നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ചില കളേഴ്സ് ആണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ എത്ര ഫോട്ടോ എടുത്താലും അതിൻ്റെ ഭംഗി കിട്ടില്ല. എന്നാലും നമുക്കറിയാലോ ഒരു കസ്റ്റമറിന് അത് ഇഷ്ടമാവോ എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മളതങ്ങ് എടുക്കും കേട്ടോ. പക്ഷെ കസ്റ്റമർക്ക് നമ്മളെക്കാൾ കൂടുതൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് സ്ലീവ് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊരു പട്ട വെച്ചിട്ട് അതിൽ കട്ട് ബീഡ്സും അതുപോലെ ബീഡ്സും കൂടെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ തരാണ്ട് വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഏത് കളേഴ്സിലും ഏത് സൈസിലും നമ്മൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ.
അങ്ങനെ സ്ലീവിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലുതാണ് കേട്ടോ. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പോലും എനിക്ക് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണേ. റെഡി സ്റ്റോക്ക് ഐറ്റംസും അതുപോലെ ഇതുപോലെ കസ്റ്റമൈസിങ്ങും എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. എല്ലാം നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിലുമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കഞ്ഞി ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ കയ്യിൽ കിട്ടിയ എന്താവും, ആളും വർക്കുള്ള ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവളുടെ കമൻറ്റ് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ കിട്ടി അവൾ ഹാപ്പിയാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമായത് കേട്ടോ. എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.